രാജ്യത്തെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമൂഹിക നീതിയുടെയും മതേതരത്വത്തിന്റെയും അടിസ്ഥാന ശീലങ്ങൾ ഇന്ന് പലപ്പോഴും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വഴിമാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും ഉദ്യോഗസ്ഥ രംഗത്തും പിന്നാക്കം നിൽക്കുന്നവർക്ക് കൈത്താങ്ങേണ്ട സംഭരണ തത്വങ്ങൾ ചില പ്രത്യേക വിഭാഗങ്ങളുടെ മാത്രം കുത്തകയായി മാറുന്നു എന്നത് ഗൗരവകരമായ ചർച്ചകൾ അർഹിക്കുന്നു. പ്രത്യേകിച്ചും കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയും ന്യൂനപക്ഷ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചു നടത്തുന്ന പ്രവർത്തനങ്ങൾ ഭരണഘടനാപരമായ മൂല്യനീതിയെ വെല്ലുവിളിക്കുന്നതാണ്. ഭരണഘടനാ വിരുദ്ധമായ മതസംവരണം. ഭരണഘടനയുടെ അനുച്ഛേദം 15ഉം 16ഉം വ്യക്തമാക്കുന്നത് മതം, വംശം, ജാതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ലെന്നാണ്. എന്നാൽ കേവലം ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ പേരിൽ മാത്രം വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും സംവരണവും നൽകുന്നത് മതേതരത്വത്തിന് വിരുദ്ധമാണ്. പിന്നാക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട നിലയിലാണെന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ടും പാലോളി കമ്മിറ്റി ശുപാർശ വഴി മുസ്ലിം വിഭാഗത്തിന് മാത്രമായി പ്രത്യേക സ്കോളർഷിപ്പുകളും ആനുകൂല്യങ്ങളും അനുവദിച്ചത് പച്ചയായ മതപ്രീണനമാണ്. ന്യൂനപക്ഷ ആനുകൂല്യങ്ങളിൽ 80% ഇസ്ലാം മത വിഭാഗത്തിന് മാത്രമായി നീക്കിവെച്ച 80-20 അനുപാതം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കേരള ഹൈക്കോടതിക്ക് തന്നെ റദ്ദാക്കേണ്ടി വന്നത് ഈ വിവേചനത്തിന്റെ തെളിവാണ്. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന നൽകുന്ന പ്രത്യേക പരിരക്ഷകൾ പലപ്പോഴും പട്ടികജാതി, പട്ടിക ഗോത്രവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ അവസരങ്ങൾ നിഷേധിക്കാനാണ് ഉപയോഗിക്കപ്പെടുന്നത്. അനുച്ഛേദം 15 പ്രകാരം ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ പട്ടികജാതി, പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം നൽകേണ്ടതില്ല എന്ന വ്യവസ്ഥ ഒരു വലിയ വിഭാഗം ജനങ്ങളെ മുഖ്യധാരയിൽ നിന്ന് അകറ്റുന്നു. സ്വന്തം മതവിഭാഗത്തിൽപ്പെട്ടവർക്കായി 50% വരെ സീറ്റുകൾ മാറ്റിവെക്കാൻ അനുവാദമുള്ള ഈ സ്ഥാപനങ്ങൾ ഹിന്ദുക്കളായ പിന്നോക്ക വിഭാഗങ്ങൾക്കും പട്ടികജാതി, പട്ടികവർഗ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെയും സംവരണത്തിന് പുറത്തു നിർത്തുന്നത് സാമൂഹിക നീതിയോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളുമായി ഏതാണ്ട് 1.2 ലക്ഷത്തിലധികം അധ്യാപകരും ആയിരക്കണക്കിന് അനധ്യാപകരുണ്ട്. ഇവിടെ ശമ്പളത്തിനും പെൻഷനുമായി പ്രതിവർഷം ശരാശരി 20,000 കോടിയിലധികം രൂപയാണ് സർക്കാർ ചെലവാക്കുന്നത്. പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങളിൽ നിയമനാധികാരം മാത്രം സ്വകാര്യ മാനേജ്മെന്റുകളിൽ നിക്ഷിപ്തമായിരിക്കുന്നത് എന്ത് നീതിയാണ്? മാനേജ്മെന്റുകൾ ലക്ഷങ്ങൾ കോഴ വാങ്ങി നടത്തുന്ന ഓരോ നിയമനത്തിന്റെയും ശമ്പള ബാധ്യത സംസ്ഥാന സർക്കാരും അതുവഴി പൊതുജനങ്ങളും ഏറ്റെടുക്കുന്നു. സർക്കാർ ഫണ്ട് ഉപയോഗിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സംവരണ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. എന്നാൽ ന്യൂനപക്ഷ പദവിയുള്ള സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ എല്ലാ എയ്ഡഡ് സ്ഥാപനങ്ങളിലും SC, ST, OBC, EWS സംവരണം നിർബന്ധമാക്കുക. അങ്ങനെ സാമൂഹിക സംവരണം നടപ്പാക്കണം. മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ അവസാനിപ്പിച്ച് സാമ്പത്തികവും സാമൂഹികവുമായി പിന്നോക്കാവസ്ഥ മാത്രം മാനദണ്ഡമാക്കി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക. മതനിരപേക്ഷത എന്നത് പ്രസംഗത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. അത് പ്രവൃത്തിയിൽ വരണമെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കണം. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി പട്ടികജാതി, പട്ടിക ഗോത്രവർഗ പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ ബലി കഴിക്കരുത്. മതനിരപേക്ഷത എന്നത് പ്രസംഗത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. അത് പ്രവൃത്തിയിൽ വരണമെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കണം. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി പട്ടികജാതി, പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ ബലി കഴിക്കുന്നത് അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.